തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ ബി.ജെ.പിയോടുള്ള വെറുപ്പ് തുറന്നു പറഞ്ഞിരിക്കുകയാണ് നവീൻ പട്നായിക്കിന്റെ ബിജു ജനതാദൾ. ബി.ജെ.പിക്കല്ല പ്രതിപക്ഷത്തിനാണ് തങ്ങളുടെ പിന്തുണയെന്നാണ് നവീൻ പട്നായിക്കിന്റെ ബിജു ജനതാദൾ പറയുന്നത്. നേരത്തെ ബി.ജെ.പിയെ പാർലമെന്റിൽ നിർണായക ബിൽ പാസാക്കാൻ സഹായിച്ചിരുന്നവരാണ് ബിജു ജനതാദൾ. ആദ്യ രണ്ട് മോദി സർക്കാരിനും ബി.ജെ.ഡി പ്രിയപ്പെട്ടവരായിരുന്നു. ഔദ്യോഗികമായി സഖ്യമുണ്ടായിരുന്നില്ലെങ്കിലും മോദി സർക്കാരിനെ നിർണായക ഘട്ടങ്ങളിൽ രാജ്യസഭയിൽ സഹായിച്ചിട്ടുമുണ്ട്. എന്നാൽ ഒഡീഷയിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും നിയമസഭാ തിരഞ്ഞെടുപ്പിലും ഒരുപോലെ തിരിച്ചടിയേറ്റതോടെ നിലപാട് മാറ്റിയിരിക്കുകയാണ് പട്നായിക്. ബി.ജെ.പിക്ക് പിന്തുണയില്ലെന്നും പ്രതിപക്ഷത്തിനൊപ്പം ഉറച്ചു നിൽക്കുമെന്നുമാണ് അവർ പറയുന്നത്. കേന്ദ്രത്തിനെ എല്ലാ പ്രശ്നങ്ങളിലും മറുപടി പറയാൻ ബാധ്യസ്ഥരാക്കും. സംസ്ഥാനത്തിന്റെ വികസനത്തിനും അതുപോലെ ഒഡീഷയിലെ ജനങ്ങളുടെ ക്ഷേമവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ബി.ജെ.ഡി എംപിമാർ ഉന്നയിക്കും. ഒഡീഷയ്ക്ക് അർഹതപ്പെട്ടതെന്ന് കരുതി ആവശ്യപ്പെട്ട പലതും ലഭിച്ചിട്ടില്ലെന്നും പട്നായിക് പറയുന്നുണ്ട്. ഭുവനേശ്വർ നവീൻ പട്നായിക്കും പാർട്ടിയുടെ 9 രാജ്യസഭാ എംപിമാരും തമ്മിൽ കൂടിക്കാഴ്ച നടന്നിരുന്നു. പ്രധാനമായും പാർട്ടിയുടെ മുന്നോട്ടുപോക്ക് എന്തായിരിക്കുമെന്ന കാര്യങ്ങളാണ് ചർച്ച ചെയ്തത്. പാർലമെന്റിൽ ഒഡീഷയിലെ 4.5 കോടി ജനങ്ങളുടെ ശബ്ദമായി മാറുമെന്ന് എംപിമാർ വ്യക്തമാക്കിയിരിക്കുകയാണ്. അതേസമയം ബി.ജെ.ഡിയുടെ തീരുമാനങ്ങൾക്ക് ഏറെ പ്രത്യേകതകളുണ്ട്. ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് മാർച്ച് മാസത്തിൽ ബി.ജെ.പിയുമായി സഖ്യമുണ്ടാക്കാൻ നോക്കി പരാജയപ്പെട്ടിരുന്നു നവീൻ പട്നായിക്. എന്നാൽ സംസ്ഥാനത്തെ അനുകൂല സാഹചര്യം മനസ്സിലാക്കിയ ബി.ജെ.പി സംസ്ഥാന നേതൃത്വം സഖ്യത്തെ എതിർക്കുകയായിരുന്നു. ഇതോടെ ദേശീയ നേതൃത്വം സഖ്യം വേണ്ടെന്ന് തീരുമാനിച്ചു. സഖ്യം വന്നിരുന്നെങ്കിൽ 15 വർഷത്തിന് ശേഷം ഇരുവരും ഒന്നിക്കുമായിരുന്നു. റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിനെ രാജ്യസഭയിലേക്ക് എത്തിക്കുന്നതിൽ ബി.ജെ.ഡിയുടെ അടക്കം നിലപാടുകൾ മുൻപ് നിർണായകമായിരുന്നു. ഡൽഹി സർവീസസ് ബിൽ പാസാക്കാനും മോദി സർക്കാരിനെതിരെയുള്ള അവിശ്വാസ പ്രമേയം പരാജയപ്പെടുത്തുന്നതിലും നിർണായകമായ മുത്തലാഖ്, ജമ്മു കാശ്മീർ പുനഃസംഘടനാ ബിൽ എന്നിവ പാസാക്കുന്നതിലുമടക്കം ബി.ജെ.ഡിയുടെ നിലപാട് നിർണായകമായിരുന്നു. അതേസമയം ഒഡീഷയ്ക്ക് പ്രത്യേക പദവി വേണമെന്ന് ബിജു ജനതാദൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ദരിദ്രർക്ക് വീടും വിദ്യാഭ്യാസവും ഉറപ്പാക്കണമെന്നും പാർട്ടി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. എയിംസ് പോലുള്ള ആശുപത്രികളും മികച്ച ദേശീയ പാതകളും ഒഡീഷയ്ക്ക് ആവശ്യമാണ്. കർഷകർക്ക് മികച്ച താങ്ങുവിലയും അതുപോലെ തന്നെ ആവശ്യമാണെന്നാണ് ബി.ജെ.ഡി പറയുന്നത്. നേരത്തെ ഇന്ത്യ സഖ്യവും ബി.ജെ.ഡിയെ സഖ്യത്തിലേക്ക് ക്ഷണിച്ചതാണ്. എന്നാൽ ഇല്ലെന്ന നിലപാടിലായിരുന്നു അന്ന് നവീൻ പട്നായിക്. ബി.ജെ.പിയുമായുള്ള സഖ്യത്തിനായിരുന്നു പട്നായിക് അന്ന് പ്രാധാന്യം നൽകിയത്. എന്നാൽ തോറ്റതോടെ പട്നായിക് ദുർബലനായിരിക്കുകയാണ്. ഒഡീഷയിൽ ആദ്യമായിട്ടാണ് ഇത്ര വലിയൊരു തോൽവി ബി.ജെ.ഡി നേരിടുന്നത്. എന്തായാലും പ്രതിപക്ഷത്തിന് കോളടിച്ചിരിക്കുകയാണ്. ഇനിയുള്ള സംഭവ വികാസങ്ങൾ കാത്തിരുന്നു തന്നെ കാണാം.